തെരഞ്ഞെടുപ്പ് വിലയിരുത്താനായി മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. എംപിമാർ, MLA മാർ എന്നിവരും യോഗത്തിലുണ്ടാകും. തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ച സീറ്റുകളിലെ വിജയസാധ്യത വിലയിരുത്തും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകളിലെ അതൃപ്തിയും യോഗത്തിൽ ഉയർന്നേക്കും. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ലീഗിന്റെ വിജയസാധ്യത സംബന്ധിച്ച വിലയിരുത്തലാണ് പ്രധാനപ്പെട്ട അജണ്ടയെങ്കിലും ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ഈ ചരടുവലി സജീവമായി നിൽക്കുന്ന സാഹചര്യം, ഈ സൈബർ ഇടത്തിലെ പോര്, അതൊക്കെ ഏത് തരത്തിൽ ഈ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? എത്രത്തോളം വലിയ അതൃപ്തിയിലാണ് ലീഗ് ഉള്ളത് ഈ വിഷയത്തിൽ? ആര്യ, ഈ വിഷയത്തിൽ ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. പക്ഷേ ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ്. 27 സീറ്റിൽ ലീഗ് മത്സരിച്ചിരുന്നു. ആ 27 സീറ്റിൽ 21 സീറ്റുകൾ പരമാവധി നേടാൻ വേണ്ടി സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ലീഗിനുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ വലിയ തരംഗമുണ്ടായാൽ അത് 25 സീറ്റിലേക്ക് വരെ ഉയരാം എന്നുള്ളതാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. അതിൽ പരമാവധി ജില്ലകളിൽ നിന്നുള്ള കണക്കുകൾ വേർതിരിച്ച് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പൊ നേതാക്കന്മാരുടെ പരസ്യ പ്രതികരണങ്ങൾ, അബ്ദുറഹ്മാൻ അണ്ടത്താണിയെ പോലെ, നുർബിന റഷീദിനെ പോലെ പരസ്യമായ പ്രതികരണങ്ങൾ വളരെ അസാധാരണമായി ലീഗിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചർച്ചയാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ UDF അധികാരത്തിലെത്തുമെന്നൊരു പ്രതീതി ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന അപസ്വരങ്ങൾ, അപശബ്ദങ്ങൾ അത് UDFന്റെ പ്രവർത്തകർക്ക് വലിയ തോതിൽ അവരുടെ മുറയിൽ അവരുടെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ളതാണ് എന്നൊരു അഭിപ്രായം ലീഗിനുണ്ട്. ലീഗ് ആ നിലപാട് കടുപ്പിച്ച് ലീഗ് കോൺഗ്രസിനോട് ഒരു പക്ഷേ അത് പരസ്യമായി തന്നെ തുറന്നു പറയാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയേക്കാം. അതും ഈ യോഗത്തിൽ ചർച്ചയാവും. VS രഞ്ജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലീഗിന് വിജയസാധ്യതയാണ് പ്രധാനപ്പെട്ട യോഗത്തിന്റെ അജണ്ട എങ്കിൽ പോലും ഏത് തരത്തിലാണ്, കടുത്ത അതിർത്തിയിലാണ് ലീഗ് ഉള്ളത്, ഈ കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട ചരടുവലിയുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങളൊക്കെയും ഈ യോഗത്തിൽ ചർച്ചയായി വരും എന്നുള്ളതാണ്.